നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന 5 തണൽ മരങ്ങൾ വെട്ടിനീക്കാൻ ശ്രമം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. വെങ്ങല്ലൂർ ട്രാഫിക് ജംഗ്ഷനിൽ ലക്ഷങ്ങൾ മുടക്കി ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിൽ സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടില്ല. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന 5 തണൽ മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർ സോഷ്യൽ ഫോറസ്ട്രിക്ക് അപേക്ഷ സമർപ്പിച്ചു. പുഴയോരത്ത് നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഭരണകക്ഷി കൗൺസിലർ മുൻകൈയെടുത്ത് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ എതിർപ്പുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിന് സമീപം പുഴയോട് ചേർന്ന് നിൽക്കുന്ന 5 മരങ്ങൾ വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ടാണ് അധികൃതർ സോഷ്യൽ ഫോറസ്ട്രിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപകട ഭീഷണി ഉയർത്തുന്നു എന്ന വിചിത്ര ന്യായമാണ് അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. റോഡിൽ നിന്ന് 50 മീറ്റർ മാറി പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളാണ് 5. ഒരു സീനിയർ കൗൺസിലർ മുൻകൈയെടുത്ത് മരങ്ങൾ വെട്ടാനുള്ള നീക്കം നടത്തുന്നതായാണ് വിവരം. എന്നാൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതിന് സ്ഥലം ഒരുക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് അറിയുന്നു. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ വളർത്തിയെടുത്ത പച്ചപ്പുകൾ വെട്ടിനീക്കാനുള്ള ശ്രമത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ മനോഹരമായ വൃക്ഷങ്ങൾ, ആരോഗ്യത്തോടെ നിൽക്കുന്ന ഈ വൃക്ഷങ്ങൾ 5 എണ്ണം വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റി സോഷ്യൽ ഫോറസ്ട്രിയുടെ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ആദ്യം 1 മരം വെട്ടണം, 2 മരം വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്തു. അത് തൃപ്തി വരാഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 5 വൃക്ഷങ്ങളും വെട്ടിമാറ്റണമെന്നാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ ചില കച്ചവട താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് പരസ്യ ലോബിക്ക് വേണ്ടി ചില കച്ചവടക്കാരുടെ പരസ്യങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു നടപടി വച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ നിരന്തരമായിട്ട് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ വെട്ടിമാറ്റാനുള്ള പ്രവണത ഓരോ നാളും കൂടി വരികയാണ്. ഒരു ഭാഗത്ത് നഗരത്തിൻ്റെ ഹരിതവൽക്കരണം, തണലണീകൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാ വർഷവും ആയിരക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് മുനിസിപ്പാലിറ്റി തൈ നടുന്നു എന്ന ഒരു പരിപാടി നടത്തുന്നുവെങ്കിൽ അതിനും ഘടകവിരുദ്ധമായിട്ട് വളർന്ന് വലുതായി നിൽക്കുന്ന മരങ്ങൾ യാതൊരു തത്വദീക്ഷയുമില്ലാതെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. വികസനത്തിന് വേണ്ടി എന്ന പേര് പറഞ്ഞുകൊണ്ട് വികസനവുമായി പുലബന്ധമില്ലാത്ത പരസ്യങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കച്ചവട താല്പര്യത്തിനു വേണ്ടി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇതിനകത്ത് താല്പര്യമുള്ള കൗൺസിലർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. വെങ്ങല്ലൂർ ട്രാഫിക് ജംഗ്ഷനിൽ ലക്ഷങ്ങൾ മുടക്കി ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിൽ സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടില്ല. കാൽനടക്കാർക്കുള്ള സിഗ്നൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സീബ്ര ലൈൻ വരയ്ക്കാത്തത് മൂലം പ്രയോജനം ലഭിക്കുന്നില്ല. വെങ്ങല്ലൂർ ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചത് പ്രതീക്ഷിച്ചതിലും വേഗത്തിലായിരുന്നുവെങ്കിലും തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോൾ തന്നെ റോഡിൽ നിർബന്ധമായും സ്റ്റോപ്പ് ലൈനുകളും വരയ്ക്കേണ്ടതാണ്. ചുവന്ന ലൈറ്റ് തെളിയുമ്പോൾ വാഹനങ്ങൾ നിർത്തിയിടേണ്ട പരിധി നിശ്ചയിക്കുന്നതിനാണ് സ്റ്റോപ്പ് ലൈനുകൾ വരയ്ക്കുന്നത്. സ്റ്റോപ്പ് ലൈനുകൾ വരയ്ക്കാത്തതുമൂലം സിഗ്നൽ ലൈറ്റിന്റെ പരിധി കടന്നാണ് ഇപ്പോൾ വാഹനങ്ങൾ നിർത്തിയിടുന്നത്. നിയമലംഘനത്തിന്റെ പേരിൽ ഇവർക്കെതിരെ പിഴ ചുമത്തുന്നതിനും കഴിയില്ല. കാൽനടക്കാർക്ക് റോഡ് കുറുകെ കടക്കുന്നതിനുള്ള സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും സീബ്ര ലൈനുകൾ വരയ്ക്കാത്തതുമൂലം ഇവയുടെ പ്രയോജനം ലഭിക്കുന്നില്ല. വാഹനങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന എപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഈ സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ ആൾക്കാരെ ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈനോ അതുപോലെ വന്ന് ബസ് കയറാൻ നിൽക്കാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. വിരിച്ചിട്ട് ഒന്നും ഒരുക്കിയിട്ടില്ല. തോന്നണപടിയാണ് ആൾക്കാർ ക്രോസ് ചെയ്യുന്നത്. വർദ്ധിച്ച അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യവും ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ നാട്ടുകാർ അതിന് പിന്നിൽ നിന്ന് ആശുപത്രി കൊണ്ടുപോയി
വേണ്ട സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിനൊരു അടിയന്തരമായിട്ട് പരിഹാരം കാണണം. അതുപോലെ തന്നെ ഈ റോഡ് കാണാൻ പാടില്ലാത്ത ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി ക്രോസ് ചെയ്യുമ്പം അത് കാണില്ല, അപ്പുറം എതിരെ വരുന്ന വണ്ടി ആളെയൊന്നും കാണുന്നില്ല. അപ്പോൾ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇച്ചിരി ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള സംവിധാനം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് സ്റ്റോപ്പിൽ നിർത്താനുള്ള വണ്ടി തോന്നുന്ന ഭാഗത്താണ് നിർത്തുന്നത്. KSRTC ഒക്കെ നിർത്തുന്നത് ഒരു മാനമില്ലാത്ത രീതിയാണ് നിർത്തുന്നത്. സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ജംഗ്ഷനോട് ചേർന്നുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പുകൾ അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. പച്ച ലൈറ്റ് തെളിയുമ്പോൾ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധം ബസ്സുകൾ ആളെ കയറ്റി ഇറക്കുന്നതും പതിവാണ്. ആന വാങ്ങിയിട്ടും തോട്ടി വാങ്ങാത്തതുപോലെയാണ് ഇവിടുത്തെ കാര്യം. ലക്ഷങ്ങൾ മുടക്കി സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിൽ ആവശ്യം വേണ്ട ലൈനുകൾ വരയ്ക്കാൻ പോലും അധികൃതർക്കായിട്ടില്ല. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റെജി എം കുന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ അർബൻ ബാങ്ക് ഹാളിലാണ് സമ്മേളനം നടന്നത്. ഡിവൈഎസ്പി രതീഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎസ്പിമാരായ ആന്റണി തോമസ്, എസ് ബാലചന്ദ്രൻ നായർ, MN രമേശ്, ജോൺസൺ ജോസഫ്, CI സജി മാർക്കോസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KG അനിൽകുമാർ സ്വാഗതവും PG സനൽകുമാർ നന്ദിയും പറഞ്ഞു. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം തന്നെ. അതുകൊണ്ട് തന്നെ പല പോലീസ് സ്റ്റേഷനിലെയും SHO SIമാർക്കും ഓഫീസർമാർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഓഡിയൻസ് ആയിരിക്കില്ല, ഈ ഹാളും നമുക്ക് പോരാതെ വരും. പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരാതികൾ തന്നെ നമുക്ക് നോക്കിയാൽ ഒരു SI 24 മണിക്കൂർ വരുന്നാലേ തീരുള്ളൂ. അതുപോലുള്ള പരാതികൾ വരുന്നു. ഈ പരാതികൾ വേണ്ടവണ്ണം ഡിസ്പോസ് ചെയ്യുന്നതാണ്, തീർക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ക്രൈം കേസ് കുറയുന്നത്. നമ്മുടെ ജില്ലയിൽ വർഷം 20,000-നും 25,000-നും ഇടയ്ക്ക് ക്രൈം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ ഭൂരിഭാഗവും സോമോട്ടോ കേസുകളാണ്. ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ ക്രൈം കേസ് വളരെ കുറവ് തന്നെയാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനം പ്രോപ്പറായിട്ടുള്ള ഈ പരാതി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പരാതി കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പരാതിക്കാരന് വേണ്ടതായ സങ്കടം കേൾക്കുന്ന ഒരു ഓഫീസറാണ്. ആ ഓഫീസർ ഒരു പേഷ്യന്റ് ഹിയറിംഗ് അല്പസമയം അയാൾ പറയുന്നത്, ആ പരാതിക്കാരൻ പറയുന്നത് നമുക്ക് കേൾക്കാൻ നമ്മുടെ സന്മനസ് കാണിച്ചാൽ തന്നെ മനസ്സിന് പകുതി റിലീഫായി. തുടർന്ന് പരാതിയിലെ എതിർകക്ഷിയെ വിളിച്ച് നമ്മൾ കുറയ്ക്കാൻ കഴിയുന്നു. അതിനകത്ത് ഈ സിവിൽ കേസ് വരുമ്പോഴാണ് പ്രശ്നം. അത് സിവിൽ കേസ് നമ്മൾ ഇടപെടാൻ പാടില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. എന്നാൽ ചില കേസിന് ഇടപെടാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ചില ഒരു വല്ലാത്ത സ്റ്റേജ് വരും. എപ്പോഴും ക്രൈം പ്രിവെൻഷൻ മാത്രം ആശ്രമമാക്കി അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യം വഴി നമുക്ക് ക്രിമിനൽ കേസുകൾ കുറയ്ക്കാനും സാധിക്കും. പല ക്രിമിനൽ കേസുകളിലും കുറ്റം ചെയ്തതിന്റെ പിന്നെ കേസ് അന്വേഷണമായിട്ട് നടന്ന് നമ്മൾ സമയം കളയുന്നതിലുപരി വരുന്ന പെറ്റീഷൻ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. തൊടുപുഴ താലൂക്ക് NSS യൂണിയനും വനിതാ യൂണിയനും ചേർന്ന് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വനിതാ യൂണിയൻ പ്രസിഡന്റ് ജലജ ശശിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. തട്ടക്കുട രവി, N ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ TR ഭവാനി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഒരുപാട് കാര്യങ്ങൾ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ഗർഭത്തെ പറ്റി, പ്രസവത്തെ പറ്റി എല്ലാം അറിയാം. പ്രസവത്തിന്റെ ഫുൾ പ്രോസസ്സ് സിസേറിയൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാം നമുക്ക് എല്ലാത്തും നോക്കി യൂട്യൂബ് പറഞ്ഞൊരു സാധനമുണ്ട്. എല്ലാത്തും നോക്കി എല്ലാം മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും മനസ്സിലാക്കി അവരുടെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം സംശയങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഇത്ര കുറവായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഒരൊറ്റ സംശയം യൂട്രസ് ചോദിച്ച ചോദ്യം അല്ലേ, 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ വയറിലെ മാംസപേശികൾ ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന മാംസപേശികൾ പതുക്കെ ഇങ്ങനെ അയഞ്ഞു തൂങ്ങാൻ തുടങ്ങും. പിന്നെ ഗർഭപാത്രം എടുത്തു കഴിയുമ്പോൾ അങ്ങനെ വലുതാവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു കാര്യം നമ്മുടെ ഹോർമോൺ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. സ്ത്രീകളുടെ ഹോർമോണിന്റെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞിട്ട് ഈ മസിൽസ് മാംസപേശികൾ അല്പം അയഞ്ഞു തോന്നുന്നത് ഒരു ഡിഗ്രി കൂടെ കൂടുതലൊന്നും തോന്നും. പിന്നെ ഈ ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ വിശ്രമം എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ 3 മാസത്തേക്ക് കാല് നീട്ടി കിടന്ന സുഖവാസമാണ്. ചിലര് പറയും എന്റെ
ഫോട്ടോ എടുക്കുന്നതാണ്. ചിലർ പറയാറുണ്ട്, എൻ്റെ ഭർത്താവിനോട് ഡോക്ടർ ഒന്നും പറയണം കേട്ടോ, 3 മാസത്തേക്ക് ഞാൻ ഒന്നും ചെയ്യരുതെന്ന്, വേറൊരു കാര്യവും പാടില്ല എന്ന് പറയണം കേട്ടോ എന്ന് പറയാറുണ്ട്. അപ്പൊ അവരുമായിട്ട് മുന്നോട്ട് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊരു കഠിന വിശ്രമത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഒരു 10-15 ദിവസം ജസ്റ്റ് ഒന്ന് അധികം പണിയൊന്നും ചെയ്യാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ പുതുമയാർന്ന ശില്പം തീർത്തിരിക്കുകയാണ് വെങ്ങല്ലൂർ പുതുശ്ശേരിയിൽ മനോജ്. വെങ്ങല്ലൂർ SNDP മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഗുരുദേവന്റെ വ്യത്യസ്തമായ ശില്പം മനോജ് നിർമ്മിച്ചിരിക്കുന്നത്. വെങ്ങല്ലൂർ SNDP മന്ദിരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പുതുശ്ശേരിയിൽ മനോജ് ശ്രീനാരായണ ഗുരുവിൻ്റെ പുതുമയുള്ള ശില്പം നിർമ്മിച്ചത്. പൊതുവെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീനാരായണ ഗുരു ചമ്രം പടിഞ്ഞിരിക്കുന്നതും നിൽക്കുന്നതുമായ പ്രതിമകൾ കാണാൻ സാധിക്കും. എന്നാൽ ഗുരു കസേരയിലിരിക്കുന്ന ശില്പം ഉള്ളതായി അറിവില്ല. ഗുരുവിൻ്റെ വ്യത്യസ്തമായ ഒരു ശില്പം നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നതായി മനോജ് പറയുന്നു. കഴിഞ്ഞ 1.5 മാസമായി കഠിന പരിശ്രമം ചെയ്താണ് ശില്പം പൂർത്തിയാക്കിയത്. കമ്പി, മണൽ, സിമൻറ്റ് എന്നിവ കൊണ്ടാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. ഗുരു ഇരിക്കുന്ന കസേരയും ശില്പത്തോടൊപ്പം മനോജ് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വ്യത്യസ്തമായൊരു ശില്പം തന്നെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ ഇന്റർനെറ്റിലും മറ്റും ഗുരുവിൻ്റെ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് വ്യത്യസ്തമായ ഒരു ചിത്രം കണ്ടെത്തുകയും അതനുസരിച്ചുള്ള ശില്പമാണ് ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ചമ്രം പണിഞ്ഞിരിക്കുന്നതും അതുകൂടാതെ നിൽക്കുന്നതായ ശില്പങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നത്. ഇത് കസേരയിൽ ഇരിക്കുന്നൊരു ശില്പമാണ്. കഴിഞ്ഞ 1.5 മാസമായിട്ട് ഇതിൻ്റെ വർക്കിലായിരുന്നു. ചിത്രകലയാ പഠിച്ചെങ്കിലും ശില്പങ്ങളും ചെയ്യുന്നു എന്ന് മാത്രം. കഴിഞ്ഞ ഈ ജനുവരി മാസവും കഴിഞ്ഞ ഫെബ്രുവരി മാസവും 108 ചിത്രങ്ങൾ പ്രദർശനം ഞാൻ ടൗൺ ഹാളിൽ നടത്തിയിരുന്നു. ചിത്രകലയോടൊപ്പം തന്നെ ശില്പകലയും ചെയ്യാറുണ്ട്. എറണാകുളം എളമക്കര സരസ്വതി വിദ്യാനികേതൻ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപകനും വെങ്ങല്ലൂർ പുതുശ്ശേരിൽ രാമൻ അമ്മിണി ദമ്പതികളുടെ ഇളയ മകനുമാണ് മനോജ്. ഈ വർഷം ജനുവരിയിലും കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും മനോജ് തൻ്റെ 100-ൽ പരം ചിത്രങ്ങളുടെ പ്രദർശനം തൊടുപുഴ ടൗൺ ഹാളിൽ നടത്തിയിരുന്നു. ചിത്രകലയും ശില്പകലയും ഒരേപോലെ വഴങ്ങുന്ന മനോജ് അലങ്കാര രഥങ്ങളും പ്ലോട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട്. അടിയന്തര സന്ദേശങ്ങൾ അയക്കുന്നതിന് ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന ടെലിഗ്രാമുകൾ 15 മുതൽ ഓർമ്മയാവുകയാണ്. ടെലിഫോണുകൾ ആശയവിനിമയ രംഗം കൈയടക്കിയതോടെയാണ് ഒരു കാലത്ത് സർവ്വപ്രതാപിയായിരുന്ന ടെലിഗ്രാമുകൾ ഉപയോഗരഹിതമായത്. ആധുനിക കാലത്ത് ആവശ്യമില്ലെന്ന് കണ്ടാണ് തപാൽ വകുപ്പ് ഇത് പിൻവലിക്കുന്നത്. 2000-ന്റെ ആരംഭം വരെ മരണം, രോഗം തുടങ്ങിയ വിവരങ്ങൾ വേഗത്തിൽ അറിയിക്കുന്നതിനുള്ള ഏക ഉപാധി ടെലിഗ്രാമുകളായിരുന്നു. അക്ഷരങ്ങളുടെ എണ്ണത്തിനനുസരിച്ചാണ് തുക ചാർജ് ചെയ്തിരുന്നത്. ഫോണുകളും മൊബൈൽ ഫോണുകളും രംഗത്ത് വന്നതോടെ ആശംസാ സന്ദേശങ്ങൾ കൈമാറുന്നതിന് ടെലിഗ്രാമുകൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കമ്പ്യൂട്ടറുകളും ഇമെയിലുകളും കടന്നു വന്നതോടെ ഈ മേഖലയിൽ നിന്നും ടെലിഗ്രാം പുറത്തായി. ഇതോടെ കാലഹരണപ്പെട്ട സംവിധാനം എന്ന നിലയിൽ വകുപ്പ് തന്നെ ടെലിഗ്രാമിനെ ഉപേക്ഷിക്കുകയാണ്. ഇനി മരച്ചില്ലകൾക്കിടയിൽ ഒളിച്ച ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണാം. തൊടുപുഴ PWD റെസ്റ്റ് ഹൗസിന് മുൻപിലെ സോഡിയം വേപ്പർ ലാമ്പാണ് റോഡിലേക്ക് വളർന്നു നിൽക്കുന്ന ചില്ലകൾക്കിടയിൽ മറഞ്ഞുപോയത്. ലൈറ്റ് കൃത്യനിഷ്ഠയോടെ തെളിയുന്നുണ്ടെങ്കിലും പരിസരത്തെങ്ങും പ്രകാശം കിട്ടാത്ത സ്ഥിതിയാണ്. ചിലരുടെ കച്ചവട താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൻ വൃക്ഷങ്ങൾ തന്നെ വെട്ടിമാറ്റാൻ മെനക്കെട്ട് നടക്കുന്ന അധികൃതർ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിൽ സൗജന്യ ചികിത്സ ലഭിക്കേണ്ട രോഗികൾ അപേക്ഷ സമർപ്പിക്കണമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. 1 വർഷമെങ്കിലും തുടർച്ചയായി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ വരുമാന സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും സഹിതം അപേക്ഷിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിൽക്കുന്ന 5 തണൽ മരങ്ങൾ വെട്ടിനീക്കാൻ ശ്രമം. പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത്. വെങ്ങല്ലൂർ ട്രാഫിക് ജംഗ്ഷനിൽ ലക്ഷങ്ങൾ മുടക്കി ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിൽ സ്റ്റോപ്പ് ലൈൻ വരച്ചിട്ടില്ല. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.